അല്പസമയത്തിനുള്ളിൽ തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എൻ്റെ പിറകിലുള്ള എല്ലാ TV ചാനലുകളിലും ഇപ്പോൾ എക്സിറ്റ് പോളുമായി ബന്ധപ്പെട്ട തുടക്കം അല്ലെങ്കിൽ ആ ചർച്ചകളിലേക്ക് അവർ നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ കോൺഗ്രസ് ഇപ്പോൾ പുലർത്തുന്ന ആത്മവിശ്വാസം അതിനു മുമ്പ് തന്നെ BJP വളരെ മുമ്പ് തന്നെ 5ാം ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ അമിത്ഷാ പറഞ്ഞു കഴിഞ്ഞു 310 സീറ്റ് എന്നുള്ളത്. കോൺഗ്രസ് ഇപ്പോൾ 295 എന്ന് പറയുന്നത് 28 പാർട്ടികളുടെ നേതാക്കൾ ഇരുന്നു കൊണ്ട്, അതായത് തൃണമൂൽ കോൺഗ്രസ് ഒഴിച്ചുള്ള ബാക്കി എല്ലാ കക്ഷികളുടെ നേതാക്കൾ ഇരുന്നു കൊണ്ട് നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്. NDAയുടെ കാര്യത്തിലും സമാനമായ ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. ഇന്ന് അവരുടെ NDAയുടെ തന്നെ ഒരു അനൗദ്യോഗിക യോഗവും ഡൽഹിയിൽ ചേരും. സ്വാഭാവികമായിട്ടും അവരും ഈ പറഞ്ഞ കണക്കെടുപ്പിലേക്ക് നീങ്ങുന്നു. പക്ഷേ സട്ടാ മാർക്കറ്റ്, നേരത്തെ പറഞ്ഞ പോലെ സട്ടാ മാർക്കറ്റ് അടക്കം BJPക്ക് വിജയം പ്രവചിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷെ ഇവിടെയുള്ള അല്ലെങ്കിൽ ഇന്ന് സെഫോളജിസ്റ്റുകൾ എന്ന് പറയുന്നവരൊക്കെ തന്നെ, അത് യോഗേന്ദ്ര യാദവ് ആയാലും ശരി, പ്രദീപ് ഗുപ്ത ആയിരുന്നാലും ശരി, ഒക്കെ തന്നെ BJPക്ക് ഒരു മേൽക്കൈ പ്രവചിക്കുന്നുണ്ട്. പക്ഷേ BJP അവകാശപ്പെടുന്ന അല്ലെങ്കിൽ നരേന്ദ്രമോദി അവകാശപ്പെടുന്ന 400 പാർ എന്ന് പറയുന്ന ആ കണക്കിനെ അംഗീകരിക്കാൻ ആരും തയ്യാറാകുന്നില്ല. BJP പരമാവധി 250, 270 അല്ലെങ്കിൽ 220നും 270നും ഇടയ്ക്കുള്ള റേഞ്ചിൽ വന്ന് നിൽക്കും എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ കണ്ടെത്തൽ എന്നുള്ളത് തന്നെയാണ്. പല വിഷയങ്ങൾ ഗ്രാമങ്ങളിലുണ്ട്. രാജ്യത്താകമാനം തന്നെ രാജ്യത്ത് പല വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ തവണത്തെ പോലെ വൈകാരികമായ യാതൊരു വിഷയങ്ങളും ഇല്ല എന്ന് തന്നെയാണ് ഇവരെല്ലാവരും പറയുന്നത്. ഒരു സാധാരണ പോലൊരു ഇലക്ഷനാണ് ഇത്തവണ ഇന്ത്യയിൽ നടന്നത്. സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്തു, എല്ലാം ചെയ്തു. ആദ്യഘട്ടത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി വികസനത്തെക്കുറിച്ച് പറഞ്ഞെങ്കിൽ 2ാം ഘട്ടമായപ്പോഴേക്കും വിദ്വേഷ പ്രസംഗത്തിലേക്ക് അദ്ദേഹം മാറി മതം പറഞ്ഞു തുടങ്ങി എന്നുള്ളതാണ് അതിൽ നമ്മൾ കാണേണ്ട ഒരു മാറ്റം എന്ന് പറയുന്നത്. അതായത് ഒരു പോളറൈസേഷനിലേക്ക് ഈ തെരഞ്ഞെടുപ്പിനെ അവസാനത്തെ 6 ഘട്ടത്തെ കൊണ്ട് ചെന്ന് എത്തിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം അദ്ദേഹം വളരെ സജീവമായി പരിശ്രമിച്ചു എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിച്ചുകൂടാ. പക്ഷെ അപ്പോഴും ഞാൻ പോയ സ്ഥലങ്ങളിലൊക്കെ തന്നെ സാധാരണ ജനങ്ങളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു എന്നുള്ളത് ഒരു വശത്തുണ്ട്. പക്ഷേ അവിടെയും ഒരു കാര്യം നമ്മൾ കാണേണ്ടത്, ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് മോദി വിരുദ്ധരും തമ്മിലുള്ളതാണ്. അവിടെ മോദി എന്നുള്ളൊരു ഘടകം അവിടെ നിൽക്കുന്നു എന്നുള്ള സത്യം നമ്മൾ വിസ്മരിച്ചുകൂടാ. അതോടൊപ്പം തന്നെ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ കാണുന്ന മറ്റൊരു വിഷയം റേഷൻ എന്നുള്ളതായിരുന്നു. അതായത് സൗജന്യ ഭക്ഷ്യധാന്യ പദ്ധതി വലിയ തോതിൽ താഴെത്തട്ടിൽ അതിന് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ള വസ്തുതയും നമ്മൾ മറന്നുകൂടാ.